ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവും പ്രവചന പഠനമെന്ന 76-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, ആശാപമാം ക്രൂശിൽ ഞാൻ തൂങ്ങപ്പെട്ടല്ലോ, മതിയാവാതെ എൻ പ്രാണനും നൽകി. മകനേ, നീ എൻ പ്രാണൻ വില. മകനേ. ആവർത്തന പുസ്തകം 33:22 ദാൻ ബാശാനിൽ നിന്നും ചാടുന്നു. ബാശാനിൽ യുദ്ധത്തിനു വേണ്ടി, മനുഷ്യ സംരക്ഷണങ്ങൾക്ക് വേണ്ടി, ബാശാൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഗോലാനാണ്. ആ ഗോലാനിലെ ആ കാലയളവിൽ കാളകളെ യുദ്ധം അഭ്യസിപ്പിച്ച് ഓരോ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. അല്പം ചരിത്രം പറയാൻ വേണ്ടിയാണ്. ഈ അമേരിക്കക്കാരും റഷ്യയൊക്കെ അവർ യുദ്ധപ്ലെയിൻ ഉണ്ടാക്കി മറ്റുള്ള രാജ്യങ്ങൾക്ക് അയച്ചു കൊടുക്കുന്ന പോലൊക്കെ ഈ ഗോലാനിലുള്ള ആളുകൾ പ്രത്യേക ചട്ടം പഠിപ്പിച്ച് അങ്ങനെ കാളകളെ ഓരോരുത്തർ കൊടുക്കുമായിരുന്നു. ആ കാലയളവിൽ വലിയ സമ്പന്നന്മാരായിരിക്കുന്ന ആളുകൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കാളകളെ വിലയ്ക്ക് വാങ്ങി അവരെ സൂക്ഷിക്കുമായിരുന്നു. ശത്രു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ കയ്യിൽ രക്ഷപ്പെടാൻ പറ്റാതെ വണ്ണം മനുഷ്യൻ കൊല്ലപ്പെടുമായിരുന്നു. ആ കാലയളവിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായിരിക്കുമ്പോൾ സങ്കീർത്തനം 22:12 അനേകം കാളകൾ എന്നെ വളഞ്ഞു. അവിടെ നിന്നവരാരും കണ്ടില്ല. നമ്മുടെ കർത്താവിൻ്റെ ആത്മ കണ്ണുകൊണ്ട് താൻ ദൈവപുത്രനാണല്ലോ, ദൈവമാണല്ലോ നോക്കിയപ്പോൾ ശക്തിയോട് കാളകൾ ആഞ്ഞ് തനിക്കെതിരെ വരുന്നത് കണ്ടു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർത്താവിന് ഒരുപാട് പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രതികൂലങ്ങൾ വന്നെങ്കിലും താൻ ദൈവപുത്രനായതുകൊണ്ട് നമ്മുടെ അരുമനാഥനെ തൊടാനായിട്ട് പറ്റിയില്ല. എനിക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ട ദൂത് പറയാനായിട്ടുള്ളത്, നമ്മുടെ ജീവിതയാത്രയിലും ഇങ്ങനെ ഒരുപാട് പോരുകളെ, ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ അതിനെ തകർക്കുവാൻ, അതിന്മേലൊരു അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഒരിക്കലും നാം ഭയപ്പെട്ട് പിന്നോട്ട് മാറരുതേ എന്നും കൂടെ ദൈവജനത്തിന് ഒരാലോചന ഞാൻ നൽകുകയാണ്. യെഹെസ്കേൽ പ്രവചനം 21:25 അവൻ നിഹതനും ദുഷ്ടനുമായ ഇസ്രായേലിന്റെ പ്രഭു ആകുമെന്നും അകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു, ഞാൻ മകുടം നീക്കി എടുത്തു കളയും. ഇത് മഹോദ്രവത്തിൽ 7-ാമത്തെ വർഷമാകുമ്പോൾ നമ്മുടെ കർത്താവ് ചെയ്യുന്ന പദ്ധതിയാണെന്നുള്ള കാര്യം കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. ദാൻ അവന്റെ പ്രാരംഭം മുതൽ അവൻ ദൈവത്തിന് വിരോധമായിരുന്നു. അവൻ വിഗ്രഹങ്ങളെ കൊത്തി എന്ന് വേണ്ട പണി ചെയ്ത് അവൻ പ്രതിഷ്ഠിച്ച ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 18:30 ദാന്യർ കൊത്തുപണിയായ അന്യ ആരാധന വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. വിഗ്രഹം അവൻ പല സ്ഥലത്തെ പൂജിച്ചു പോയിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-ാം അധ്യായം 29 അവൻ ഒന്നിനെ പ്രതിഷ്ഠിച്ചു വെച്ചത് ബഥേലിൽ പ്രതിഷ്ഠിച്ചു വെച്ചു, മറ്റൊന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു വെച്ച് ജനങ്ങളെ ആകർഷിക്കത്തക്കവണ്ണം
ഇതിന്മേൽ ഏതോ ശക്തിയുണ്ടെന്ന് ജനത്തിൽ അവതരിപ്പിച്ച് ദൈവസ്നേഹത്തിൽ നിന്നും ദൈവ ആരാധനയിൽ നിന്നും അവൻ ഒരുപാട് ആളുകളെ ആ കാലയളവിൽ അവൻ വശത്താക്കി. അവിടെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ലേവ്യരല്ലാത്ത ഏവരെയും അവൻ പുരോഹിതന്മാരാക്കി പട്ടത്തെ നൽകി എന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ ആ സ്ഥാനമാനത്തിനെ കൊതിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് അബദ്ധം ഇന്ന് പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും തെളിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, നമുക്ക് ഓരോരോ വിഷയം അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ദൈവം തമ്പുരാൻ തരാത്തതായ ഒരു സ്ഥാനമോ മാനമോ നാം എടുക്കാനായിട്ട് പോകരുത് എന്നുള്ള ഒരു കാര്യം പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്നു. ദൈവം തരുന്നത് മതി, അതിനകത്ത് ദൈവത്തിന് പ്രവർത്തിപ്പാൻ സാധിക്കും. ഓരോ കാലയളവിൽ ദൈവത്തിന് വിരോധമായി ഓരോരുത്തർ എഴുന്നേൽക്കും. ദൈവത്തിന് വിരോധമായി എഴുന്നേൽക്കുന്നവരുടെ അന്ത്യമെന്ന് പറയുന്നത് അത് ദുഃഖകരമാണ്. ബൈബിൾ ആദ്യ അവസാനം വായിച്ചാൽ, ചരിത്രം ആദ്യ അവസാനം വായിച്ചാൽ, സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ദൈവാലയം പണിതു. അന്ത്യോക്യോസ് എപ്പിഫാനസ് അത് നശിപ്പിച്ചു. അവൻ അടുത്ത ചെയ്തത് അന്നത്തെ മഹാപുരോഹിതനായിരിക്കുന്നതായ ഓനിയാസിനെ അവൻ കൊല്ലിച്ചു. ഗ്രീക്ക് സംസ്കാരം അവനെ പ്രചരിപ്പിക്കാൻ വേണ്ടി അവൻ പലതും നോക്കി. ഇനിയും വരുന്ന അന്തിക്രിസ്തുവും ഇതുപോലെ തന്നെ പല കാര്യങ്ങളെ പ്രചരിപ്പിക്കുവാനായിട്ടും, ഒറ്റ ഭാഷ, ഒരു ജനം, ഒരു ഡ്രസ്സ് എന്ന് വേണ്ട, അങ്ങനെ അവനും പലതും ഉണ്ടാക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മുടെ കർത്താവിൻ്റെ വരവിന് ശേഷമേ ഇവന്റെ ഭരണമൊക്കെ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതിനു മുമ്പേ നമ്മൾ നമ്മുടെ അരുമനാഥന്റെ നാട്ടിൽ പോകും. എനിക്ക് എന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതം ഒരു വലിയ ഉണർവ് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക, അതിൽ അംഗമാകുക. വലിയ താമസമില്ലാതെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ അത് നടക്കാൻ പോകുകയാണ്. ഇന്നകളേറെ ഞാനേറ്റു എൻ തലയിൽ മുൾമുടി ചൂടി, ഇന്നകളേറെ ഞാനേറ്റു കൈപ്പുനീർ തന്നു പാനം ചെയ്യുവാൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.